ശ്രീമതി കെ ഷൈൻ പറവൂർ മുനിസിപ്പൽ കൗൺസിലർ പദവിയിൽ നിന്ന് LDFന്റെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? നമസ്കാരം. ആദ്യമായി മീഡിയ വൺ പ്രേക്ഷകർക്കും കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ ഇന്ന് അന്തർദേശീയ വനിതാ ദിനം അവരുടെ ആത്മാഭിമാനത്തിൻ്റെ, അവർക്ക് അവകാശ പോരാട്ടങ്ങൾക്ക് ഊർജം പകരുന്നതിൻ്റെ ഒരു ദിനമായി ആഘോഷിക്കുന്നു. ഈ ദിനത്തിൽ എല്ലാവിധ മംഗളങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ്. മുനിസിപ്പൽ കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ നിന്ന് എറണാകുളം പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷം 3 വനിതകൾക്ക് 20 പാർലമെൻറ്റ് സീറ്റിൽ 3 വനിതകളെ പരിഗണിച്ചത് വളരെ മറ്റു പാർട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുരോഗമനപരമാണ് എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പോരാ എന്നുള്ള സ്ത്രീകൾക്ക് അത്രയും പ്രാതിനിധ്യം പോരാ എന്നുള്ള അഭിപ്രായം സ്ത്രീ എന്നുള്ള നിലയിൽ വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഏതാണ്ട് 20 പാർലമെൻറ്റ് സീറ്റിലും വിജയസാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമം LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. ഈ മണ്ഡലത്തിൽ നല്ല രീതിയിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറുപ്പം തുടങ്ങി ചെറിയ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ആരംഭിക്കുകയും എറണാകുളം മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന മേഖലകളിൽ ഒക്കെ തന്നെ പ്രസംഗിക്കാനായി പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു അനുഭവം ഉണ്ട്. 3 വട്ടമായി പറവൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുന്നു. അധ്യാപക രംഗത്ത് ഒരു 20-25 വർഷത്തോളമായി സംസ്ഥാന ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ മനുഷ്യാവകാശങ്ങളോടും കൂടി, പ്രത്യേകിച്ച് അതിബൃഹത്തായ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഉള്ള ഒരു രാജ്യത്ത് ഭരണഘടന അനുവദിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു തരുന്ന എല്ലാ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നീതിയും സാമൂഹ്യ നീതിക്കും അർഹതപ്പെട്ട, ലിംഗവ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ അർഹതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ പ്രായോഗികമായി നമുക്ക് ആ ഒരു സമത്വം ഇന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് അത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീ സുരക്ഷയും സ്ത്രീയുടെ സമത്വവും അന്തസ്സും സ്വാതന്ത്ര്യവും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെയും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പ്രതിനിധി എന്നുള്ള രീതിയിലും പ്രവർത്തിക്കും എന്നാണ് എനിക്ക് ഉറപ്പ് നൽകാനുള്ളത്. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്കകത്തും എവിടെയെല്ലാം സ്ത്രീ നൊമ്പരപ്പെടുന്നുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, അവഹേളനത്തിന് പാത്രമാകുന്നുണ്ടോ അവിടെയൊക്കെ പ്രതികരിക്കാൻ കൂടി ഞാൻ എൻ്റെ സമയവും എൻ്റെ പ്രവർത്തനവും വിനിയോഗിക്കാറുണ്ട്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ മതങ്ങളിലും അതിൻ്റെ ഐതിഹ്യങ്ങളിലും കഥകളിലും ഒക്കെ തന്നെ സ്ത്രീക്ക് വലിയ പ്രാധാന്യവും പ്രാമുഖ്യവും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ആ ഒരു പ്രാധാന്യവും ആ ഒരു ജെൻഡർ ഇക്വാളിറ്റിയും ജെൻഡർ ജസ്റ്റിസും നമുക്ക് സ്ത്രീകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് വളരെ വിരളമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ത്രീകൾ, ശൈലജ ടീച്ചറെ പോലുള്ള ഒട്ടേറെ സ്ത്രീകൾ, ശോഭ സുരേന്ദ്രനെ പോലെ, അതുപോലെ രമ്യ ഹരിദാസ് സിറ്റിംഗ് MP പോലെയുള്ള ധാരാളം സ്ത്രീകൾ ഇത്തരം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ അവരവർ ഇരിക്കുന്ന സ്ഥാനം അലങ്കരിക്കുന്നത് എന്ന് വളരെ ആദരപൂർവ്വം ഓർക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷ പുരോഗമന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെയാണ് സ്ത്രീ ഇന്നത്തെ നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു 2ാം പൗരത്വ സ്റ്റാറ്റസിലേക്ക് പിന്തള്ളപ്പെട്ടത് എന്ന് ചരിത്രപരമായ വിശകലനത്തിലൂടെ പഠിച്ച് അതിനെ എങ്ങനെ മറികടക്കാം എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീയെ വളരെ കൃത്യമായി സമൂഹത്തെ മാറ്റുന്നതോടൊപ്പം സ്ത്രീക്ക് കൃത്യമായൊരു സ്ഥാനം നിർണ്ണയിക്കപ്പെടണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, സ്ത്രീ പ്രസ്ഥാനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും
ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയും ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വരുന്ന ഭാവിയിൽ സ്ത്രീകൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. ആ പുരുഷാധികാരത്തെ പിന്താങ്ങുന്ന, എല്ലാവിധത്തിലും പിന്താങ്ങുന്ന മൂല്യങ്ങളാണ് കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമൂഹത്തിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ ഈ മേഖലകളിലൊക്കെ സ്ത്രീ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുരംഗത്തേക്ക് വരുന്നതിന് സ്ത്രീകൾക്ക് ഉത്തരവാദിത്വപ്പെട്ട ചില കുടുംബ ഉത്തരവാദിത്വങ്ങളുടെയൊക്കെ ഭാഗമായി പൊതുരംഗത്തേക്കും സാമൂഹ്യ രംഗത്തേക്കും സാംസ്കാരിക രംഗത്തേക്കും കൂടുതൽ ഉയർന്നു വരുന്നതിന് പ്രതിബന്ധമായി നിൽക്കുന്നുണ്ട്. ആ പ്രതിബന്ധങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാൻ സ്ത്രീകൾക്ക് കഴിയും, എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്യേണ്ടത് എന്ന ഒരു ശാക്തീകരണ പ്രക്രിയ, ഒരു എംപവറിംഗ് പ്രോസസ്സ് വിവിധ മേഖലകളിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്തു നിന്ന് സാംസ്കാരിക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അവരെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സ്ത്രീ നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ശ്രമിക്കണം എന്നുള്ള ഒരു വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.